പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, വിശ്വാസം കൂടാതെ നമുക്ക് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നാം വേദപുസ്തകം വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ ആബേൽ തുടങ്ങി എല്ലാ ദൈവഭക്തന്മാരും വിശ്വാസത്താലാണ് അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചതും വിശ്വാസത്താലാണ് അവർക്ക് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചതും. അതുപോലെ തന്നെയാണ് പുതിയ നിയമ വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാനും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനും കഴിയുകയുള്ളൂ. ആമേൻ. ഈ നാളുകളിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഓരോ നാളും വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു വേദഭാഗം വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 40-ാം വചനം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. Praise the Lord. In English, Hebrews chapter 11 verse 40. Since God had planned something better for us, so that only together with us would they be made perfect. Amen. വിശ്വാസ വീരന്മാർ നമ്മെ കൂടാതെ അവർ ആ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി കർത്താവ് നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഗോഡ് ഹാഡ് പ്ലാൻഡ് സംതിങ് ബെറ്റർ ഫോർ അസ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയും രക്ഷയുടെ സന്തോഷവും നാം പ്രാപിച്ച് നാമും അവരോടൊപ്പം അല്ല എങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠന്മാരായി കർത്താവ് നമ്മയും കണ്ടതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. തൻ്റെ സ്വന്തം പുത്രനെ, സ്വന്തം ഏകജാതനെ നമുക്ക് വേണ്ടി പിതാവായ ദൈവം ഏൽപ്പിച്ചു തന്നു. അത്രമാത്രം കർത്താവ് നമ്മെ സ്നേഹിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവർ വിശ്വാസത്താൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്കൽ തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ കിട്ടി. എന്നാൽ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. മാത്രമല്ല വിശ്വാസ നിമിത്തം ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. മാത്രമല്ല കല്ലേറിയിട്ടു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ തിരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയ ദൈവമക്കളെ, എത്രമാത്രമാണ് അവർ വിശ്വാസത്തിനു വേണ്ടി ത്യാഗം ചെയ്തത്. വിശ്വാസത്തിനു വേണ്ടി അവർ തീച്ചുളയെ ഭയപ്പെട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. അവർ സിംഹങ്ങളെ ഭയപ്പെട്ടില്ല. ദൈവത്തെ മാത്രം നോക്കി വിശ്വാസത്തിൽ അവർ നിലനിന്നു. കർത്താവിന് വേണ്ടി ദൈവനാമനിമിത്തം അവർ പലതും സഹിച്ചു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർ ആ വാഗ്ദത്ത നിവർത്തിയും പ്രാപിച്ചതുമില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നതിനാൽ നാം ഈ നാളുകളിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായം 1-ാം വചനത്തിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അതേ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വചനങ്ങളിൽ സാക്ഷികളുടെ വലിയ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒത്തിരി പേരുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവർ ചെയ്ത കാര്യങ്ങൾ നാം ഇവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി അവരെക്കാൾ ഉപരി നല്ലതൊന്ന് മുൻകരുതിയിരുന്നത് കൊണ്ട് നാം ചെയ്യേണ്ടുന്നത്
സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ആ കാലത്തുള്ളതുപോലത്തെ കഷ്ടങ്ങളൊന്നും ഇപ്പോൾ നാം അനുഭവിക്കുന്നില്ല അല്ലേ? നമ്മുടെ പിതാക്കന്മാർ സഹിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ, അവർ കഷ്ടങ്ങൾ സഹിച്ചു വിശ്വാസത്തിനു വേണ്ടി നിലനിന്നു. തലമുറകളായ നാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. എന്നാൽ നാമും ആ വിശ്വാസത്തിനു വേണ്ടി എങ്ങനെ നിലനിൽക്കണം? സകല ഭാരങ്ങൾ, പാപഭാരം, രോഗഭാരം, സ്തോത്രം സ്തോത്രം, കടഭാരം, ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരം, എല്ലാ ഭാരങ്ങളും മാറ്റണം. മാത്രമല്ല മുറുകെ പറ്റുന്ന പാപം, പാപങ്ങളെല്ലാം മുറുകെ പറ്റുന്നതാണ് അത്. സ്തോത്രം. ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കുവാൻ കഴിയാത്ത പാപങ്ങളായിരിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്നെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എങ്കിലും നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹത്തെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. അവർ ഏത് കഷ്ടതയിലും ഏത് തീച്ചുളയുടെ നടുവിലും അവർ പ്രാപിച്ച വിശ്വാസത്തിൽ അവർ കൈക്കൊണ്ട ആ ദൈവത്തിൽ സ്ഥിരതയുള്ളവരായിരുന്നു, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, നാമും എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ അങ്ങനെ തന്നെ യേശുവിനെ മാത്രം നോക്കി യഥാർത്ഥമായി ദൈവഭയത്തോടും ഭക്തിയോടും ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ഉപദ്രവം ഉണ്ടാകും. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതുപോലെ സ്തോത്രം, യേശു കർത്താവ് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നു, നിങ്ങൾ എനിക്കുള്ളവരായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഹല്ലേലൂയ. ലോകം നമ്മെ പകയ്ക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തോട് പങ്കുണ്ട്. ഹല്ലേലൂയ. നാം യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു, നാം വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു എന്നർത്ഥം. ഈ നാളുകളിൽ ലോകം നമുക്ക് യോഗ്യമായിരിക്കുന്നതല്ല, നാം ലോകത്തിലുള്ളവരല്ല. ആ ഒരു തിരിച്ചറിവോടുകൂടെ തന്നെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക. വഴിയിൽ നാം ലോത്തിൻ്റെ ഭാര്യയെ പോലെ പിന്തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോകുന്നവരല്ല. ലോകമോഹങ്ങളും സ്തോത്രം, സുഖ സൗകര്യങ്ങളും, സ്തോത്രം സ്തോത്രം, പണം, സൗഭാഗ്യങ്ങളൊന്നും ഈ സ്ഥിരതയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാതെ, അല്ല എങ്കിൽ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, നിരാശകൾ, മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ചിന്താകുലങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് യേശുവിനെ മാത്രം നോക്കി, യേശു കർത്താവ് ആരാണ്? വിശ്വാസത്തിൻ്റെ നായകനും വിശ്വാസത്തെ പൂർത്തി വരുത്തുന്ന കർത്താവാണ്. ആ കർത്താവിനെ മാത്രം നോക്കി യാത്ര ചെയ്യാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. നിശ്ചയമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് ജീവകിരീടം പ്രാപിക്കുവാൻ നമുക്കും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.